അതിൽ തീറ്റ കൊടുത്തു, ഷെഡിനകം വൃത്തിയാക്കി, എല്ലാം കഴുകി വൃത്തിയാക്കി, അറക്കപ്പൊടി ഇട്ടു, എല്ലാം കുളിച്ച് വൃത്തിയാക്കിയിരിക്കുന്നു. കുളിക്കുന്ന വെള്ളം ദിവസം 3 നേരം മാറ്റും. അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു കുഴിയുണ്ട്. ആ കുഴിയിലോട്ട് വേസ്റ്റ് വെള്ളം ഒഴുക്കി വിടും. അറപ്പൊടി ദിവസവും രാവിലെ വാരും. ദിവസവും രാവിലെ വാരി സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകും. അടിയിൽ നമ്മൾ ടാർപ്പ ഇട്ടേക്കുക. ടാർപ്പയുടെ മുകളിൽ ചിന്തേരിപ്പൊടി ദിവസം രാവിലെ അത് വാരി കൃഷിക്ക് ഉപയോഗിക്കാൻ കൊണ്ടുപോകും. പിന്നീട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് താറാവിനെ ഇടും. ഇപ്പം എല്ലാം വൃത്തിയാക്കിയിരിക്കുക. എല്ലാം റെഡിയായിരിക്കുകയാണ്. പിന്നെ അധികം സ്മെല്ലടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ പുകച്ച് മുകളിൽ കെട്ടും. ഇച്ചിരി കുന്തിരിക്ക ഇടും. വീട്ടിൽ ചെറിയ കുന്തിരിക്കത്തിരി ഇടും. 9 പാത്തയുണ്ട്, 30 താറാവുണ്ട്. മുട്ടയിടാൻ തുടങ്ങിയില്ല. ദിവസം 200 രൂപയുടെ തീറ്റി വേണം. തീറ്റയാണ് എല്ലാത്തിനും. 3 നേരം കൊടുക്കും. ആദ്യം ചെയ്യേണ്ടത് ഇത് കുളിക്കുന്ന വെള്ളം ദിവസം ഒരു 3 നേരമെങ്കിലും മാറ്റണം. മാറ്റിയില്ലെങ്കിൽ നല്ല വാടകയായിരിക്കും. കുളിക്കുന്ന വെള്ളമാണിത്. ചെറിയ താർപ്പ വെച്ച് കെട്ടിയിരിക്കുക. ചെറിയൊരു കുഴി അരിച്ചില്ല, താർപ്പാൻ്റെ മണ്ടയിൽ 4 സൈഡിലും ഇഷ്ടിക നിരത്തി വെച്ചിട്ട് അതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിരിക്കുക. വെള്ളം കളയാൻ നേരം ഒരു ഇഷ്ടിക മാറ്റി താത്ത് കൊടുക്കും. ആ കുഴിയിലേക്ക് തന്നെ വീഴും, ടാങ്കിൻ്റെ അകത്ത്. 3 നേരം മാറ്റിയില്ലെങ്കിൽ നല്ല വാടകയടിക്കും. ദിവസവും വൃത്തിയാക്കിയില്ലെങ്കിലും നല്ല സ്മെല്ലടിക്കും. കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ദിവസവും വാരിക്കൊണ്ട് പോയി കൃഷി ഇടത്ത് കൊണ്ടിടാം. ഞാനിപ്പോൾ ഇത് ദിവസവും വാരി ഒരു ദിവസം അരച്ചൊക്കെ കാണും. ചക്ക് വാരി കൃഷിക്ക് കൊണ്ടിടുവാണ്. ഏത്തവാഴയ്ക്കും കപ്പയ്ക്കും കൊണ്ടിടുവാണ്. എല്ലാം കുളിച്ചൊക്കെ റെഡിയായിരിക്കുക. ചെറിയ കുഴിയിലെ വെള്ളമായതുകൊണ്ട് അത് ഒരെണ്ണം 2 ഇങ്ങനെ കുളിക്കത്തുള്ളൂ. അങ്ങനെ കൃഷിയൊക്കെ ഉള്ളവർക്കൊക്കെ ചെയ്യാവുന്നൊരു പരിപാടിയാണ് ആണ് എൻ്റെ താറാവ് വളർത്തൽ. രാവിലത്തെ തീറ്റ കഴിഞ്ഞും ഇനി ഒരു മണിയാകുമ്പോഴത്തേക്ക് 2 മണിയാകുമ്പോഴത്തേക്ക് കൊടുക്കും. അപ്പം ചെറിയ സൗണ്ട് തീറ്റയ്ക്ക് വേണ്ടി സൗണ്ട് വെക്കും. തീറ്റ വേണ്ടിയപ്പോൾ ഒരു നേരം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അന്ന് മൊത്തം ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കും. നേരം കുറഞ്ഞു പോയാൽ ഉണ്ടോ. ആ തീറ്റ കൊടുക്കുന്നിടം വരെയും ബഹളം വെച്ചോണ്ടിരിക്കും. തീറ്റ കൊടുത്ത് കഴിയുമ്പോൾ അനങ്ങാതെ പോയി ഇവിടെ നിന്ന് പോയിരുന്നു. വാടിയിൽ ചെറിയ ടാർപ്പ വിരിക്കുക, അതിൻ്റെ മണ്ടയിൽ ചിന്തേരി പൊടി ഇടുക, അതിൻ്റെ ഇങ്ങേപ്പുറത്ത് ചെറിയ ടാർപ്പ വിരിച്ച് ചെറിയൊരു കുളം മാതിരി ആക്കുക. കുഴിയൊന്നും കുഴിക്കേണ്ട, ചെറിയ ടാങ്ക് കുഴി ഉണ്ടാക്കുക വെള്ളം പോകാൻ വേണ്ടി. എന്നിട്ട് ദിവസവും അതിൻ്റെ മണ്ടയിൽ അറക്കപ്പൊടി ഇടുക. അത് കഴിഞ്ഞിട്ട് ദിവസം വൈകിട്ട്
രാവിലെ വാരി വാരി കളയുക. എന്നിട്ട് വീണ്ടും ഇടുക. ഇടയ്ക്കിടയ്ക്ക് സോപ്പുകൾ ഉപയോഗിച്ച് കഴുകുക. പിന്നോയിലൊക്കെ ഉണ്ട് 4 ചുറ്റിനും ഒഴിക്കുക. ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാടയില്ലാതെ പോകാം. ഇടയ്ക്ക് ഇതുപോലെ മണ്ടയിലൊരു പാത്രത്തിൽ കെട്ടിത്തൂക്കി ഒഴിച്ച് കൊടുക്കുക. ഇടയ്ക്ക് 10 രൂപയുടെ കുന്തിരിക്കയോ വല്ല വാങ്ങിച്ചിട്ട് കൊടുക്കുക. ഇടയ്ക്ക് കുന്തിരിക്കത്തിരി ഉപയോഗിക്കുക. ദിവസം ഇതുപോലെ ചെയ്ത് കഴിയുമ്പം നല്ലതാണ്. ചെറിയ ടാങ്കിലെ വെള്ളം, കുളിക്കുന്ന വെള്ളം ദിവസം 3 നേരം മാറ്റിയില്ലെങ്കിൽ പാടയടിക്കും. അത് മാറ്റി കൊടുക്കണം. അപ്പോൾ കൃഷിക്കും പ്രയോജനമാവും.